അല്ലെങ്കിലും ഈ ഗ്യാസൊക്കെ എന്താ ഉണ്ടായത്? നമ്മളമ്മാരൊക്കെ പണ്ടൊക്കെ അടുപ്പൊക്കെ കത്തിച്ചിട്ടല്ലേ ഈ ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ചിന്ത വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ലഞ്ചെന്ന ഒക്കെ അടുപ്പ് തന്നെ ആക്കാന്ന്. അങ്ങനെ നല്ലൊരു മോട്ടിവേഷനൊക്കെ കയറി ഞാൻ ആദ്യം തന്നെ അടുപ്പത്ത് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിട്ടോ. പുതിയ പെര വെക്കുമ്പോ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടേ അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ ഈ അടുപ്പൊക്കെ ഇപ്പൊ ഗ്യാസ് സുലഭാണല്ലോ, ഗ്യാസ് തന്നെ പോരേ എന്നുള്ളത്. ഇപ്പോഴല്ലേ മനസ്സിലായത് ഗ്യാസും വേണം വിറകും വേണം, രണ്ടിലൊരാൾ ചതിച്ചാൽ ഒരാളെ ആശ്രയിക്കാലോ. അതുകൊണ്ട് ഇവരെ രണ്ടാളെയും സൗഹാർദ്ദപരമായി സമാധാനത്തിൽ കൊണ്ടുപോണേ, കാരണം ഞമ്മക്കും നല്ലത്. ആദ്യം കറി വെച്ചു, പിന്നീട് ചോറും വെച്ച് ചോറിനുള്ള അരി ഇട്ട് കൊടുത്തേക്കണേ കേട്ടോ. പിന്നെ വറുക്കലൊക്കെ ഗ്യാസുമ്മ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിനൊക്കെ ഇപ്പൊ ഒരു ചെറിയ ചട്ടിയൊക്കെ വെച്ച് കരി പിടിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു മനസ്സെടങ്ങേറ്. അങ്ങനെ അതാ ചോറ് റെഡിയായി, ഇനിയിപ്പോ ചോറും ഊറ്റിയെടുക്കണം. പിന്നെ ഇനി മീൻ ഫ്രൈ ആക്കണം കേട്ടോ. മീൻ ഫ്രൈ ആക്കാൻ മത്തി കിട്ടിയിട്ടുണ്ടേനി. അപ്പൊ അത് കേകി വൃത്തിയാക്കുന്ന മസാലയൊക്കെ പറ്റിക്കണേ. അപ്പൊ ആദ്യം ഫ്രൈ ആക്കലും അടുപ്പത്ത് തന്നെ ആക്കാന്ന് വിചാരിച്ചു. പിന്നെ എന്റെ സ്റ്റീലിന്റെ ചട്ടിയാണേ, അത് കരി പിടിപ്പിച്ചാലൊരു മടി. അപ്പൊ പിന്നെ ഞാൻ ഗ്യാസുമ്മ തന്നെ ആക്കി. അങ്ങനെ എന്റെ സിമ്പിൾ ലഞ്ച് ഇന്നത്തെ ഇതാണ് കേട്ടോ.